ഇന്ന് നമുക്ക് കുറച്ച് അടുക്കള വിശേഷങ്ങളാവാം. ഞങ്ങളുടെ ഒരു ദിവസത്തെ ലഞ്ച് പ്രിപ്പറേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മീറ്റ് മൈ അമ്മായിയമ്മ മിസ് ഗീത. അമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് ചോറിന് നമുക്ക് ചിക്കൻ വറുത്തരച്ച കറി, അതേപോലെ പച്ചടി, ഉപ്പേരി, അത്രയേ ഉള്ളൂ. ഈ ഉപ്പേരിക്ക് ചില നാട്ടിൽ തോരൻ എന്നൊക്കെ പറയും. അവരുടെ തോരനാണ് ഈ നമ്മുടെ ഉപ്പേരി. ആദ്യം നമുക്ക് ചോറുണ്ടാക്കാം. ഇന്ന് പച്ചടിക്ക് വെള്ളരിയാണ് എടുക്കുന്നത്. വെള്ളരി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിത് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇതൊന്നും എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല കേട്ടോ, അമ്മയുടെയാണ്. ഞാൻ വലിയൊരു കുക്കും അല്ല, എന്നാലും കുറച്ചൊക്കെ ഇപ്പോൾ പഠിച്ചു വരുന്നു. അമ്മ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത്. ഇനി ഒരു 5 പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില. പിന്നെ മല്ലിയില ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. എല്ലാവരും ഇങ്ങനെയൊന്നല്ല കേട്ടോ പച്ചടി ഉണ്ടാക്കുന്നത്. പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ഈ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളരി വെന്ത് വന്നിട്ടുണ്ടേ. അപ്പോഴേക്കും അമ്മ വറുത്തരച്ച ചിക്കൻ കറിക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇട്ട് നല്ലോണം പുരട്ടി വെക്കുക. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആവുന്നുണ്ടേ. ഇനി പച്ചടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. തേങ്ങ കുറച്ച് ചിരകിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുക്, 2 പച്ചമുളക് ഇട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കുക. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് വന്ന കുറേ കമൻസ് ആണേ. നീ വല്ലവരും ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ വീഡിയോ എടുത്ത് ഇടുന്നതല്ലേ നിൻ്റെ ജോലി? ഇതൊക്കെ പറയുന്നത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് തന്നെ. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവർക്കെന്താ കുഴപ്പം? ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതൊക്കെ പോട്ടെ. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തേങ്ങയും തൈരും ചേർത്ത് അരച്ചത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി പച്ചടിക്ക് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും കറിവേപ്പിലയും ചേർത്ത് വറുത്തിടാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വാർക്കാം. ഇനി വറുത്തരച്ച ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇവിടെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വറ്റൽമുളക്, ചെറിയ ഉള്ളി, അതേപോലെ കുരുമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ. നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. അപ്പോഴേക്കും നമുക്ക് പയറുപ്പേരി റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കുറച്ച് തേങ്ങ, പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞളും ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ചിക്കൻ കറി ഒന്ന് നോക്കാം. ചിക്കൻ കറി റെഡി ആവുന്നുണ്ട്. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം ഊറ്റിക്കളയുന്നതിന് വാർക്കാന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ആക്ച്വലി കുറച്ച് റിസ്കി ആയിട്ടുള്ള പണിയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ അമ്മേനോട് ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി പറയാം. അത് അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് കുക്കറിലൊന്നും അല്ല കേട്ടോ വെക്കുന്നത്, ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് വറുത്തിടാം. ഇത്
അതിന് തേങ്ങാക്കൊത്തും അതേപോലെ ചെറിയ ഉള്ളിയും ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. വറുത്തിടുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ ചെറിയ ഉള്ളി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വറ്റൽമുളകും കൂടെ മിക്സ് ചെയ്യാം, കറിവേപ്പില ഇടാം. എന്നിട്ട് നമുക്കിതുപോലെ വറുത്തെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതേപോലെ അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചടി അതേപോലെ ചിക്കൻ കറി ഉപ്പേരി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാം. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്കും അതേപോലെ രാത്രിയും ചോറാണ് കഴിക്കുന്നത്. സാധാരണ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും അധികം ചോറ് കഴിക്കാറില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഞാനും അമ്മയും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ചോറ് ഒട്ടും ഇഷ്ടമല്ല. ഉച്ചയ്ക്കും ചോറ് കിട്ടിയില്ലെങ്കിൽ വളരെ സന്തോഷം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്നുണ്ടാക്കിയ പച്ചടിയുടെയും ചിക്കൻ കറിയുടെയും റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ.